ഹായ് കൂട്ടുകാരെ, കുറച്ച് ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നത് കണ്ടാലോ? എല്ലാവർക്കും, പ്രത്യേകിച്ച് മലയാളികൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു എന്താ പറയുക, അത്രമേൽ പ്രിയപ്പെട്ടതാണ് ഉണ്ണിയപ്പം എന്ന് പറയുന്നത്. അപ്പം കുറച്ച് ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നത് കണ്ടു നോക്കാം. വളരെ നാച്ചുറലായ രീതിയിലാണ് ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നത്. ഇവിടെ പിന്നെ അതെല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ദൂരോട്ട് വിദേശത്തോട്ട് പോകുന്നവരൊക്കെ ഇവിടെ വന്ന് ഉണ്ണിയപ്പം വാങ്ങിച്ചുകൊണ്ട് പോകാറുണ്ട്. അങ്ങനെ ഇവർക്ക് ദൂരെ എവിടെയോ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അന്ന് ഇങ്ങനെ ഉണ്ണിയപ്പം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും നല്ല ചൂട് ടൈമാണിത്. അപ്പോൾ ആ ചൂട് സഹിച്ച് ഉണ്ണിയപ്പം ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടൊരു ടാസ്ക്കായിട്ട് എനിക്ക് തോന്നി. ഞാനും കുറച്ച് നേരം അവരുടെ കൂടെ ഇരുന്ന് ഉണ്ണിയപ്പമൊക്കെ ഉണ്ടാക്കി നോക്കി. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ചൂടൊക്കെ കയ്യിലടിച്ചിട്ട് നന്നായിട്ട് പൊള്ളണ പോലെ തോന്നി. നല്ല രസമുണ്ട് അവരത് ഉണ്ടാക്കുന്നത് കാണാൻ. അവർ 4 പേരാണ്. ആശയും നിഷയും 2 സുചിത്രമാരുണ്ട് കേട്ടോ, പിന്നെ ബേബി ചേച്ചി. അങ്ങനെ 5 പേര് ചേർന്നിട്ടാണ് അവർ ഉണ്ണിയപ്പം ഉണ്ടാക്കി കൊടുക്കുന്നത്. ഉണ്ണിയപ്പം മാത്രമല്ല, വേറെ ചില ചായക്കടികളും മറ്റുമൊക്കെ അവരുണ്ടാക്കി കൊടുക്കാറുണ്ട്. എന്തായാലും ഇവരുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് നല്ല രീതിയിൽ പോട്ടെ. സ്ത്രീകളായാലും പെൺകുട്ടികളായാലും ഇങ്ങനെ വെറുതെ ഇരിക്കുക എന്ന് പറയുന്നത് കേൾക്കുന്നത് തന്നെ ഇഷ്ടമില്ലാത്ത ഒരാളാണ് ഞാൻ. എപ്പോഴും നമുക്ക് ചെയ്യാൻ പറ്റുന്ന നമ്മളുടെ അഭിരുചിക്കനുസരിച്ച്, നമ്മളുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യുന്നത് കാണുമ്പോൾ ഒത്തിരി സന്തോഷം തോന്നുന്നുണ്ട്. അതിനേക്കാൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര രുചിയുണ്ട് അവരുടെ ഉണ്ണിയപ്പത്തിന്. ഞാൻ കുറേ നാൾ മുമ്പ് ഇത് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഈ കഴിഞ്ഞിടയ്ക്കും കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴൊക്കെ ഞാനിങ്ങനെ ആലോചിച്ചിട്ടുണ്ടായിരുന്നു ഇത് എവിടെ ഇവരുണ്ടാക്കുന്നതെന്നൊക്കെ. അങ്ങനെ ഇന്ന് എനിക്കൊരു ചാൻസ് കിട്ടിയപ്പോൾ ഞാനും എൻ്റെ ഫ്രണ്ട് വിജി ചേച്ചിയും കൂടിയാണ് അവിടെ പോയത്. അങ്ങനെ ഞങ്ങൾ ഉണ്ണിയപ്പമൊക്കെ ഉണ്ടാക്കുന്ന കുറേ നേരം അവിടെ നോക്കി നിന്ന്. എന്തായാലും നല്ല ഡെലീഷ്യസ് ആയിട്ടുള്ള ഉണ്ണിയപ്പമാണ്. അവർക്ക് ഇനിയും ഇങ്ങനെ മുന്നോട്ട് ശക്തമായിട്ട് പോകാൻ പറ്റട്ടെ. ഒരുപാട് ഓർഡറുകളൊക്കെ കിട്ടി നല്ല വലിയൊരു വിജയമായി മാറട്ടെ എന്ന് ഞാൻ ഈ സമയത്ത് ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. 5 പേരും വളരെ തകൃതിയായിട്ട് ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നുണ്ട്. ഒരാൾ മാവെടുത്തുകൊണ്ട് വരുന്നു, അപ്പോഴത്തേക്ക് ഒരാൾ എണ്ണ ഒഴിക്കുന്നു, അതിപ്പം അടുത്ത ആൾ ഒഴിച്ചൊഴിച്ച് കൊടുക്കുന്നു, ഒരാൾ മറിച്ച് കൊടുക്കുന്നു, ഒരാൾ അത് ആയിട്ടുള്ളതെല്ലാം റെഡി ആയിട്ടുള്ള ഉണ്ണിയപ്പം എടുത്ത് അരിപ്പപ്പാത്രത്തിലോട്ട് മാറ്റുന്നു. അങ്ങനെ എല്ലാവരും അവർ 5 പേരും കൂടെ ചേർന്ന് ഒത്തൊരുമിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരമില്ലാതെ നല്ല സന്തോഷത്തോടെ സ്നേഹത്തോടെ അവർ പെട്ടെന്ന് പണികളൊക്കെ തീർക്കുകയാണ്. കാരണം അവർക്ക് 2-3 വലിയ പാത്രങ്ങളിൽ ഇനിയും ഉണ്ണിയപ്പത്തിൻ്റെ ഒത്തിരി മാവ് ഇരിപ്പുണ്ട്. അത് മുഴുവൻ അവർക്ക് അന്ന് തന്നെ ഉണ്ടാക്കി തീർക്കേണ്ടതാണ്. ഈ കൂട്ടായ്മയുടെ പേര് സാരഥി എന്നാണ്. ഉണ്ണിയപ്പം മാത്രമല്ല, ഇതിന് കാരയപ്പം എന്നും കണ്ണൂരുകാർ പറയാറുണ്ട്. അതുപോലെ ഞാൻ ഉണ്ണിയപ്പമൊക്കെ തിന്ന് സന്തോഷത്തോടെ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ മുറ്റത്തിറങ്ങിയപ്പോഴാണ് കണ്ടത്, പഴയ ഒരു ഫ്രിഡ്ജിൽ നിഷ ഇങ്ങനെ കുറേ മീനൊക്കെ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല പച്ച കളറുള്ള മീനൊക്കെ. അതൊക്കെ കണ്ടപ്പോൾ നല്ല രസം തോന്നി. കുറച്ച് നേരം അതിൻ്റെ സൗന്ദര്യവും ഞാൻ ആസ്വദിച്ചിരുന്നു. അപ്പോൾ നിങ്ങളെ ഒന്നത് കാണിക്കാമെന്ന് വിചാരിച്ചു. വലയൊക്കെ ഇട്ട്. അപ്പോൾ ആരുടെൻ്റെ വീട്ടിൽ പഴയ ഫ്രിഡ്ജൊക്കെ ഉണ്ടെങ്കിൽ ഈ ഐഡിയ ഒന്ന് നോക്കിക്കോ കേട്ടോ. സൂപ്പർ ഐഡിയ ആണ്. ഓക്കെ, ബൈ ഗൈസ്.